ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ എ വേർഡ് ഫോർ ഹാപ്പിനെസ്. ഇന്ന് വീഡിയോസ് ഒന്നുമില്ല. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, ജാനുവരി 25. മനോഹരമായ ആ ദിനം കൊണ്ടാടാനുള്ള പരിപാടിയിലാണ് ഞാനിന്ന്. എന്തായാലും ഇന്ന് രാവിലെ എൻ്റെ മോൻ എത്തിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഈ ബർത്ത്ഡേയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ബർത്ത്ഡേ എല്ലാം നമുക്ക് സന്തോഷിക്കാൻ നമ്മൾ ഓരോ ദിനങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നതിൽ പെടുന്ന ഒന്നാണ് ബർത്ത്ഡേ എന്ന് പറയുന്നത്. അപ്പോൾ സന്തോഷിക്കാൻ ആ ദിനം സ്പെഷ്യലാക്കാൻ പറ്റിയ ഒരാൾ വരികയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ, റൈറ്റ്? അങ്ങനെ ഇന്ന് എൻ്റെ ബർത്ത്ഡേക്ക് സന്തോഷിക്കാനുള്ളൊരു കാരണമാണ് എൻ്റെ മോൻ്റെ വരവ്. അവൻ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും എത്താറുണ്ട് എൻ്റെ ബർത്ത്ഡേക്ക്. വേറെ എന്ത് തിരക്കുണ്ടെങ്കിലും മാക്സിമം ഇന്നത്തെ തീയതി വരെ അവൻ എങ്ങനെയെങ്കിലും തിരക്ക് മാറ്റി വെച്ച് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കെപ്പോഴും എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിരിക്കും. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ഇല്ലയോ ഒന്നൊന്നും എനിക്കറിയില്ല. ഞാനെന്തായാലും ഹാഫ് ഡേ ലീവാണ്. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അതുവരെ എപ്പം ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് നടക്കുന്നുണ്ടോ നോക്കിയിട്ട് അതും കൂടെ റെക്കോർഡ് ചെയ്തിട്ട് ഒന്നിച്ച് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല, ഇത് വേണ്ട എന്നുള്ളതെന്ന് വെച്ചാൽ നിങ്ങളാരും എൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിയാനും പോകുന്നില്ല. എൻ്റെ മൂഡ് പോലെ ഇരിക്കും. ഇന്ന് വൈകുന്നേരത്തെ അല്ലെങ്കിൽ നാളെ രാവിലത്തെ എഡിറ്റ് ചെയ്ത് ചെയ്യാനുള്ള എൻ്റെ മൂഡ് പോലെ ഇരിക്കും, എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള മൂഡ് പോലെ ഇരിക്കും ഈ വീഡിയോയുടെ അവസ്ഥ. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കാണാം അല്ലേ. ബൈ, വീണ്ടും വരാം. ആയിട്ടൊന്നും നടന്നിട്ടില്ല. ഞാൻ ചോറെല്ലാം ഉണ്ടാക്കി, ചോറ് കഴിച്ചു. ചിക്കൻ കറി ഉണ്ടാക്കി സ്പെഷ്യലായിട്ട്, വറുത്തരച്ച ചിക്കൻ കറി. വേറെ ഒന്നും സ്പെഷ്യലില്ല. അപ്പോൾ ഞാൻ മെല്ലെ റെഡി ആവട്ടെ, ഹോസ്പിറ്റലിലേക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. അപ്പോൾ പിന്നെയും കാണാം. ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായി. ഇതാണ് വിത്ത് യൂണിഫോം, ഹെയർ സ്റ്റൈൽ. പോയിട്ട് വരട്ടെ കേട്ടോ. എൻ്റെ ശകട എന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഡ്യൂട്ടിക്കെല്ലാം പോയി വന്നിട്ട് വൈകുന്നേരം എന്തെങ്കിലും സ്പെഷ്യൽ കാണുമെന്ന് വിചാരിക്കാം. ഒരു സ്പെഷ്യലും അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്നും നിങ്ങളുടെ മുന്നിലേക്ക് എത്തില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം. നോക്കാം അല്ലേ. ഇതാണ് എൻ്റെ സുന്ദരി ശകടം. എന്നെയും കാത്തിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങട്ടെ കേട്ടോ. ഈ കണ്ണടയൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ, ഇതില്ലാണ്ട് ശരിയാവില്ല. ഈ സാധനം കണ്ണിൽ വെച്ചിട്ടില്ലെങ്കിൽ കടൽ മൊത്തം പൊടിയടിച്ചിട്ട് മൊത്തമായിട്ട് ബ്ലാങ്കായി പോകും ഡ്രൈവ് ചെയ്യുമ്പോൾ. അത് കണ്ണട ഇടാണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാനേ പറ്റില്ല. എൻ്റെ പവറുള്ള കണ്ണട ഇടാനും പറ്റില്ല, കാരണം പവറുള്ള കണ്ണട ഇട്ടാൽ എനിക്ക് കണ്ണ് കാണില്ല. വണ്ടി ഓടിക്കുമ്പോൾ ഫുൾ കുഴി കാണും. ഡ്യൂട്ടി കഴിഞ്ഞു തിരിച്ചു പോരുകയാണ്. ഒരു വൈകുന്നേരം 7 മണിക്കാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. തളിപ്പറമ്പ് ടൗണിൻ്റെ ഒരു ചെറിയ നസാര. സർപ്രൈസായിട്ട് ഞാൻ പ്രതീക്ഷിച്ച സർപ്രൈസ് കേക്ക് ഉണ്ടായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും അവർ ഇവിടുന്നറിയാതെ ഒരു കേക്കുമായിട്ട് വന്നു. എനിക്ക് കേക്കിൽ നിന്നില്ല. ഇത് എല്ലാ ബർത്ത്ഡേക്കുള്ള റൂട്ടീനാണ്. ഒരു കേക്കും ഒരു ഔട്ടിങ്ങും. ഗിഫ്റ്റൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാറില്ല. ചിലപ്പോൾ പിള്ളേർ പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം എന്നോട് ചോദിക്കും എന്താ വേണ്ടതെന്ന്. എനിക്ക് പക്ഷേ ഗിഫ്റ്റിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇതിപ്പോൾ സിസ്റ്റർ സിന്ധു
ദുബായിൽ നിന്ന് വരുമ്പോൾ എനിക്ക് കുറച്ച് ഗിഫ്റ്റെല്ലാം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗിഫ്റ്റ് മാത്രമേ ഇപ്രാവശ്യം ഗിഫ്റ്റ് എന്ന് പറയാനുണ്ടായിരുന്നു. ഇവരുടെ കൂടെ ചിലവഴിക്കുന്ന നിമിഷങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗിഫ്റ്റ്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിപ്പം എന്ത് സാധനമാണെങ്കിലും ഇന്ന് പ്രത്യേകിച്ച് ഒക്കേഷൻ എന്നൊന്നും പറഞ്ഞ് വാങ്ങിക്കുന്ന മീൻസ് ഇല്ലല്ലോ. ഇപ്പം വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ വാങ്ങിക്കും. ഇപ്പോഴാണ് ഡ്രസ്സ് വാങ്ങുന്നതും കുറവാണ്. ഇപ്പോൾ കയറിയിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഈ യൂണിഫോം ആയതുകൊണ്ട് ഡ്രസ്സിങ്ങിൻ്റെ പർച്ചേസും ഞാൻ കുറഞ്ഞു. ഡ്രസ്സിൻ്റെ പർച്ചേസ് വളരെ കുറഞ്ഞു. അല്ലെങ്കിൽ മാസത്തിൽ 1-2 മിനിമം ഓൺലൈനായിട്ട് വരുത്തിക്കാറുണ്ടായിരുന്നു. അപ്പം അത് കുറഞ്ഞതാണ് ഏറ്റവും വലിയ ലാഭം എന്ന് പറയാം. അപ്പം ഗിഫ്റ്റൊന്നുമില്ല, ഈ നിമിഷങ്ങളാണ് എൻ്റെ ഗിഫ്റ്റ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നമ്മുടെ ഹോസ്പിറ്റലെത്തി. എൻ്റെ ഹോസ്പിറ്റൽ, ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലാണിത്. ഉള്ളിലോട്ടൊന്നും കയറാൻ നിന്നില്ല. അതിൻ്റെ അടുത്താണ് ഞങ്ങളിപ്പം പോകാൻ പോകുന്നത്. തളിപ്പറമ്പ് ടൗണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റെസ്റ്റോറൻ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണിത്, ബാംബു ഫ്രഷ് റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം പാർക്കിംഗ് സൗകര്യമുണ്ട്, അതാണ് മെയിൻ. ബാക്കിയുള്ള കുറേ നല്ല ഹോട്ടൽസ് ഉണ്ടായിരുന്നു, 1-2 ഹോട്ടൽ. പക്ഷേ കുറച്ച് ഈ പാർക്കിങ്ങിൻ്റെ കഞ്ചക്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങളെപ്പോഴും ഇതാണ് പ്രിഫർ ഈ ബാംബൂസ് ഫ്രഷാണ് പ്രിഫർ ചെയ്യാറുള്ളത്. നല്ലൊരു ആംബിയൻസും കൂടിയാണ്. ഇത്രയും നല്ല റെസ്റ്റോറൻ്റ് ആണെങ്കിലും റെസ്റ്റോറൻ്റ് പോലും അവിടെ AC ഇല്ലാത്തത് മേ ബി ഭക്ഷണം തണുത്തു പോകുന്നതാണോ എന്താണെന്ന് അറിയില്ല. AC-യുടെ സംഭവം ഉണ്ടായിരുന്നില്ല, ഫാന് മാത്രമേ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഏത് നല്ല റെസ്റ്റോറൻറ്റ് പോയാലും ആദ്യം കാലെടുത്ത് വെക്കുമ്പോൾ തന്നെയുള്ള തണുപ്പാണ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ തണുപ്പില്ലാഞ്ഞിട്ടും ചൂടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല, ഓക്കെ ആയിരുന്നു. ചെന്ന് കയറുമ്പോൾ ഫ്രീ ആയിട്ട് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. ഇതാണത്. ജിഞ്ചറും ലെമനും എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എൻ്റെ ഒരു കോമിക്കുകളാണ്. അങ്ങനെ ഈ വർഷത്തെ ബർത്ത്ഡേ പാർട്ടിയും ബർത്ത്ഡേ സെലിബ്രേഷനും എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. ഇനി കിട്ടുന്ന ഓരോ നിമിഷവും ബോണസായിട്ട് കണക്കാക്കുക. നമ്മളെ സ്നേഹിക്കുന്നവരുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്ന് നമ്മളെ അവഗണിക്കുന്നവരെ അവർക്ക് അവഗണിക്കാനൊരു കാരണമുണ്ടാവും, അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. മാക്സിമം സന്തോഷമായിരിക്കുക, നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാക്സിമം ദൂരെ നിൽക്കുക എന്ന് ശബ്ദം ചെയ്തുകൊണ്ട് ഐ എം സൈനിങ് ഓഫ്. ദിസ് ഇസ് അനിഷ. ബൈ.